നമ്മുടെ ഈ ക്രിസ്മസ് പാർട്ടി ക്ലബിൽ എങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ ഈ സമയം നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ആദ്യമേ തന്നെ ബിജോ സാറ് നമ്മുടെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിയപ്പോൾ അതിനകത്ത് ഒരു പാട്ട് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു പാട്ട് കാണിച്ചിരുന്നു, മലയാളമാണ് എങ്കിലും അത് കാണിച്ചിരുന്നു. അപ്പോൾ ആ പാട്ട് നമ്മൾ ഈ CPCയിൽ അഥവാ ക്രിസ്മസ് പാർട്ടി ക്ലബിൽ നമ്മൾ നടത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുക. ഈ CPC എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചു, ക്രിസ്മസ് പാർട്ടി ക്ലബ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ തെറ്റിദ്ധരിക്കുമോ? ഇല്ല, ഇത് വെച്ചാൽ യേശുവിന്റെ ജനനത്തിന്റെ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി, ആ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒത്തിരി പാട്ടും വാക്യങ്ങളും കഥയും കളികളെല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടം എന്നുള്ളത് മാത്രമേ ഇതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ക്രിസ്മസ് പാർട്ടി ക്ലബിൽ പാട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. വൈ ഷുഡ് ബി സിംഗ്? എന്തിനാണ് നമ്മൾ പാട്ട് പാടുന്നത് അഥവാ കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ, ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം, കൊലോഷ്യൻസ് 3:16. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതൊരു ദൈവിക കൽപ്പന ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് പാട്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയുന്നത്, ഇറ്റ് ഈസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ദ ചൈൽഡ്സ് ലൈഫ് എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ ലൈഫിൽ ഒരു നാച്ചുറൽ ആയിട്ടൊരു പാർട്ടാണ്. അവർക്ക് പാടാനുള്ള കഴിവ്, പാട്ട് പഠിക്കാനായിട്ടുള്ള കഴിവ്, അതിലെ സന്ദേശം ഉൾക്കൊള്ളാനുള്ള കഴിവ് അത് ദൈവം നൽകിയിട്ടുള്ളതാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാമിൽ ഈ പാട്ട് പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഈസ് എ വേ ടു വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് സംഗീതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പറഞ്ഞു, ഇറ്റ് ഈസ് എ ടൂൾ ടു കമ്മ്യൂണിക്കേറ്റ് ബൈബിൾ ട്രൂത്ത്സ്, ദൈവവചന സത്യത്തെ കുഞ്ഞുങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ പാട്ട് പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗ ഡു യു ടീച്ച് എ ന്യൂ സോങ്? ഒരു പുതിയ പാട്ട് എങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നു, ഒരു 5 കാര്യം നമുക്ക് അവിടെ പഠിക്കാൻ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നു, നോ ദ സോങ് യുവർ സെൽഫ്. ആദ്യം തന്നെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ്, അതിന്റെ വേഴ്സ് എന്താണ്, അതിന്റെ ട്യൂൺ എന്താണ്. വേഴ്സും ട്യൂണും ചേരുമ്പോഴാണല്ലോ അത് പാട്ടായി മാറുന്നത്. അപ്പോൾ വേഴ്സും ട്യൂണും കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ടീച്ചേഴ്സ് ആയിരിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇൻട്രൊഡ്യൂസ് ദ സോങ് ഇൻ എ മീനിങ്ഫുൾ വേ. ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ പാട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പാട്ട് പഠിപ്പിക്കുമ്പോൾ പാട്ടിനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. എന്തിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ പാട്ടിലൂടെ പഠിപ്പിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട സത്യം എന്താണോ, സന്ദേശം എന്താണോ, അതിലേക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. ആ ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കുമ്പോൾ വളരെ എൻതുസിയാസ്റ്റിക് ആയിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ മെത്തേഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഇല്ലസ്ട്രേഷൻ മെത്തേഡിലോ, അതായത് ചെറിയ വളരെ ഷോർട്ടായിട്ട് സ്റ്റോറി ഒക്കെ പറയുമല്ലോ, അപ്പൊ അതുപോലെ എന്തെങ്കിലും ഉദാഹരണമൊക്കെ പറഞ്ഞ് നമുക്ക് അതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സിംഗ് ഓർ പ്ലേ ദ സോങ്, നമ്മൾ പാട്ട് പഠിപ്പിക്കുക, അതായത് പ്രസന്റ് ചെയ്യുക. പാട്ട് നമ്മളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ അതിന്റെ വേഴ്സും ട്യൂണും നമുക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പാടി കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പാടി കേൾപ്പിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ദ വേർഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ്. ചില വാക്കുകൾ, അത് ഇംഗ്ലീഷോ മലയാളമോ ഏത് ലാംഗ്വേജ് ആയാലും, ചില വാക്കുകളോ അല്ലെങ്കിൽ പാട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഒരുപക്ഷെ അവർക്ക് കുട്ടികളാണല്ലോ, അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിംഗ് ദ സോങ് ടുഗദർ. ആ പാട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നമ്മൾ പാടുകയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ആ പാട്ട്, അതായത് നമ്മൾ പാട്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷ്വൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഉചിതമാണ്. എന്തായാലും CPC നമുക്കൊരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള വിഷ്വൽ ഉണ്ട്.
അല്ലെങ്കിൽ പവർ പോയിന്റ് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെയുമുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വിഷ്വൽ ഉപയോഗിച്ച് കുട്ടികളെ നമ്മൾ പാട്ട് പാടി കേൾപ്പിക്കുന്നു. അതിനുശേഷം കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ വേഴ്സ് ഓരോ വരികളായി പറഞ്ഞു കൊടുത്ത് അവരെ പാട്ട് പാടുവാനായിട്ട് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാം. അങ്ങനെ ഓരോ 2-3 പ്രാവശ്യം പാടി അവരെ പറഞ്ഞു കൊടുത്ത് ശേഷം ഈ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് അവരുടെ ആവശ്യപ്പെടുകയും ചെയ്യാം. അതിനുശേഷം ഒരു 3-4 പ്രാവശ്യം കൂടി നമുക്ക് പാട്ട് പാടി സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ പാട്ട് നിങ്ങളെ ഒന്ന് പാടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഡെമോ ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ മുമ്പിൽ ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളായിട്ട് ഇത് കേട്ടിരിക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ സഹകരിക്കുക. ഞാൻ പാടാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പാടുകയും ചെയ്യണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ പാടുക. ഓഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ അവിടെ പാടിയാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ എന്നോട് സഹകരിക്കുക. ഒപ്പം എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ ഓക്കെ കൂട്ടുകാരെ, എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അല്ലേ? അപ്പോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും കടന്നു വരുന്ന മുമ്പായിട്ട് നിങ്ങൾ കുളിച്ചു റെഡിയായി അല്ലേ? പക്ഷെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുള്ളതാ? മുഷിഞ്ഞതാണോ? അല്ല, നിങ്ങൾ അതും വളരെ അലക്കി വൃത്തിയാക്കി അതിനെ അയൺ ചെയ്ത് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ആ പാട്ടിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ പാട്ടോടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ പാട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, വിഷ്ണു കാണുന്നുണ്ട്. ആ പാട്ട് ഞാൻ ഒരു തവണ ഒന്ന് പറഞ്ഞു തരാം, ഓരോ ലൈനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം പാട്ട് പാടി കേൾപ്പിക്കാം കേട്ടോ. എല്ലാരും ഒന്നായി കൂടിയിടാം, എല്ലാരും ഒന്നായി പാടിയിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വെടിഞ്ഞ് രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂസിക്കോടുകൂടി ഈ പാടി കേൾപ്പിക്കുകയാണ്. എല്ലാരും ഒന്നായി കൂടിയിടാം, എല്ലാരും ഒന്നായി കൂടിയിടാം, എല്ലാരും ഒന്നായി കൂടിയിടാം, എല്ലാരും ഒന്നായി പാടിയിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വെടിഞ്ഞു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. സ്വർഗോന്നതി പാപം പോക്കാൻ സ്വർഗോന്നതി വെടിഞ്ഞു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. എല്ലാരും ഒന്നായി പാടിടാം, എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗോന്നതി വെടിഞ്ഞു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. ഓക്കെ കൂട്ടുകാരെ, ഈ പാട്ടിലൊരു കാര്യം പറയുന്നുണ്ട്. എല്ലാരും ഒന്നായി കൂടിയിടാം, എല്ലാരും ഒന്നായി പാടിയിടാം അല്ലെ? നമ്മളെല്ലാരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മണ്ണിന്റെ പാപം പോക്കാനായിട്ട് സ്വർഗോന്നതി വെടിഞ്ഞു എന്നാണ് ഈ പാട്ടിൽ എഴുതിയിട്ടുള്ളത്. മണ്ണിന്റെ എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ എന്നർത്ഥം. ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാപം പോക്കുക എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിച്ചു തരിക.
സ്വർഗോന്നതി എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ദൈവമായിട്ട് ഇരിക്കുകയായിരുന്നു കർത്താവ്. എന്നാൽ ആ യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശിശുവായിട്ട് ജനിച്ചു. അവൻ നമുക്ക് വേണ്ടി ഉയർന്നേറ്റു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നേറ്റു, സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ലോകത്ത് ജീവിച്ച സമയത്തൊക്കെ യേശു കർത്താവ് ഏറ്റവും നല്ലവനായിട്ടാണ് ജീവിച്ചത്. ഒരു പാപവും ചെയ്യാത്തവനായിരുന്നു യേശു കർത്താവ്. അതുകൊണ്ട് ഒരു പാപം ചെയ്യാത്തവനായ യേശു കർത്താവിന് നമ്മുടെ പാപം ക്ഷമിച്ചു തരുവാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽക്കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നിട്ട് സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവൻ നമ്മുടെ പാപം ക്ഷമിച്ചു തരുവാനായിട്ട് രക്ഷകൻ ഭൂമിയിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂമിയിൽ വന്നല്ലോ എന്നാണ്. അപ്പൊ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്ത് വരുവാനിടയാക്കുന്നത്, അല്ലെ? എന്നാൽ യേശു കർത്താവ് പ്രിയമുള്ള കൂട്ടുകാരെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്നത്, നിങ്ങൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ സന്തോഷം, ഈ ക്രിസ്മസ് സന്തോഷം നമ്മൾ, അതായത് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ലോകത്ത് ജനിച്ചെന്നുള്ള സന്തോഷം നിങ്ങൾ മറ്റുള്ളവരോട് പറയണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ഹൃദയത്തിൽ ഇല്ലാത്ത കൂട്ടുകാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഇന്ന് തന്നെ നിങ്ങൾ യേശു കർത്താവിനോട് പാപയേറ്റു പറഞ്ഞ് യേശു നിങ്ങളുടെ സ്വന്തം രക്ഷകൻ കർത്താവായി സ്വീകരിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനായിട്ട് യേശു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടിയാലോ? ഈ പാട്ടുകളെല്ലാം ഒരുമിച്ച് ഞാൻ പാടിയപ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കാണല്ലോ, ഒന്നിച്ച് പാടാം. ഓക്കെ. എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം, എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം, പാടാം. എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ പാട്ട് പഠിച്ചല്ലോ. ഇപ്പൊ ഞാൻ പാടി, ഇനി നിങ്ങൾ തനിയെന്ന് പാട്ട് പാടണേ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം, എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. എല്ലാരും ഒന്നായി കൂടി, എല്ലാരും എല്ലാരും ഒന്നായി കൂടിടാം, എല്ലാരും ഒന്നായി പാടിടാം. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ, യേശു രക്ഷകൻ ഭൂവിൽ വന്നല്ലോ. മണ്ണിന്റെ പാപം പോക്കാൻ സ്വർഗ്ഗോന്നതി വെടിഞ്ഞു, രക്ഷകൻ ഭൂവിൽ വന്നല്ലോ.
ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ള ഡെമോയാണ് ഇപ്പം ചെയ്തത്. ആദ്യം ചെറിയൊരു ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടായി, അതുകൊണ്ടാണ് പാട്ടിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം പാടി വന്നപ്പോൾ ഞാൻ അവതരിപ്പിച്ചപ്പോൾ സോറി പറയുകയാണ്, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടായി. കാരണം ബ്ലൂടൂത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായതാണ്, അതുകൊണ്ട് അങ്ങനെ എന്റെ ശ്രദ്ധയിലായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, പാട്ട് ഇൻട്രൊഡക്ഷൻ നൽകി, പിന്നെ അത് പ്രസന്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് അപ്ലൈ ചെയ്തു, പിന്നെ പാട്ട് 2 പ്രാവശ്യം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ ഇത് ചെയ്യുമ്പോൾ, നിങ്ങൾ ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശ്രമം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ലാലി സാറേ. ഓക്കെ, ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഒരു പാട്ട് പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയിൽ വരാനായിട്ട് സാധിക്കുന്നവരെ വീഡിയോയിൽ വന്നാൽ സന്തോഷമാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും പരസ്പരം ഞങ്ങൾക്കും നിങ്ങളുടെ മുഖം ഒന്ന് കാണാമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മർക്കോസ് അച്ഛൻ്റെ കൊടുക്കുക എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ അയച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമ്മൾ ഇനി ഒരു വാക്യം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിഷ്വല് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കും. ഞാൻ ശുശ്രൂഷയിൽ വന്നു, ഞാൻ പറഞ്ഞു 2002 ഞാൻ അച്ഛനോടൊപ്പം ട്രെയിനിങ് കഴിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വന്നത്. അന്ന് ഞാൻ ശുശ്രൂഷയിൽ ആരംഭിച്ചത്, ഞാൻ ഭോപ്പാലിൽ നിന്ന് നേരെ എറണാകുളത്താണ് വന്നത്. എറണാകുളത്താണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഞാൻ ഈ CF-ന്റെ ഒരു ക്ലാസിന്റെ പേരാണ് ഗുഡ് ന്യൂസ് ക്ലബ് എന്നുള്ളത്. ആ ക്ലാസ്സിലേക്ക് ഞാൻ ഒരു കുഞ്ഞിനെ, നിക്കി എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ ബൈബിൾ ക്ലാസ്സിന് കൊണ്ടുപോകുമായിരുന്നു. UKG-യിലാണ് അവൻ പഠിക്കുന്നത്. അപ്പൊ എന്റെ ബൈക്കിൽ കൊണ്ടുപോകും, ഞാൻ തിരിച്ച് അവനെ വീട്ടിൽ കൊണ്ടുപോകും. ഒരു ദിവസം അവിടുത്തെ ക്ലാസ് ടൈം 6 to 7 ആണ് നമ്മുടെ ക്ലാസ് ടൈം. ഒരു ദിവസം ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് അവനെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകണമോ, ഒരു ഇച്ചിരി ഉള്ളിലേക്ക്, മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാണ് അവന്റെ വീട്. അപ്പോ ഞാൻ അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, വീടിന് കുറച്ച് മാറി ആ മെയിൻ റോഡിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, മോനെ നിനക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാമോ? നിക്കി എന്ന് പേരുള്ള നമ്മുടെ UKG പഠിക്കുന്ന മോൻ പറഞ്ഞു, സാറേ ഞാൻ പൊക്കോളാം. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് പേടിയാവില്ലേ? അന്നേരം എന്നോട് ആ മോൻ പറഞ്ഞൊരു വാചകം, സാറേ സാറല്ലേ ഇന്ന് പഠിപ്പിച്ചത് ഭയപ്പെടേണ്ട എന്ന്, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണം, എന്റെ കൂടെ യേശു ഉണ്ടല്ലോ. ആ ഒരു ഒരിക്കൽ പോലും ആ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു അവനെ ഫോക്കസ് ചെയ്തല്ലായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ബാക്കി 5ലും 6ലും 7ലും 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, അവരെയായിരുന്നു എന്റെ എയിം. പക്ഷെ ആ ഒരു വാക്യം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ അത് എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിക്കാനിടയായി. അതുകൊണ്ട് ദൈവവചനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരം വരുത്തുവാനായിട്ട് സാധിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. വി ആർ കമാൻഡഡ് ടു ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. അവിടെ ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവവചനം മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ സ്വന്തം മക്കളായാലും നമ്മുടെ സൺഡേ സ്കൂളിലെ മക്കളായാലും നമുക്ക് പരിചയമുള്ള കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മേൽ ഒരു നിർബന്ധം കിടക്കുന്നു. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാണുവാനായിട്ട് സാധിക്കും. മലയാളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ദൈവത്തിന്റെ കമാൻഡാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ വചനം മക്കളെ പഠിപ്പിച്ചിരിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മുടെ മേൽ ഒരു നിർബന്ധം കിടക്കുകയാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നവരാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മാത്രം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിനെ പഠിപ്പിക്കാൻ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ടു ഡ്രോ ദ അൺസേവ്ഡ് ചൈൽഡ്, അതായത് സാൽവേഷൻ
വേർഡ്സ് നമുക്ക് അവിടെ കാണുവാനായിട്ട്, രക്ഷയ്ക്കുള്ള, കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന മെസ്സേജ് ഉള്ള വാക്യങ്ങള് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ കൊടുക്കുന്ന ഇൻവിറ്റേഷൻ വേർഡ്സ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ലീവിങ്ങിന്, വളർച്ചയ്ക്കുള്ള, ഗ്രോത്തിനുള്ള മെസ്സേജ് ഉള്ള വാക്യങ്ങള് നമുക്ക് ദൈവവചനത്തില് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്ന വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ജീവിതത്തിലെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ടു ബ്രിങ് കംഫർട്ട് ടു എ ട്രബിൾഡ് ഹാർട്ട്, ഹൃദയം ഭാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ആശ്വാസം തരുന്ന വചനം തീർച്ചയായിട്ടും ദൈവവചനത്തിലുണ്ട്. അത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രയോജനമാണ്. അതോടൊപ്പം ടു ഹെൽപ്പ് യുവർ പ്രൈസ് ഗോഡ്, ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാനുള്ള വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായി, ഇങ്ങനെ ഇത്രയൊന്നുമല്ല, അനേക പ്രോമിസ് ഉണ്ട്, അനേക വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. CF ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ CFന്റെ ട്രെയിനിങ് എടുത്ത ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ ഈ വേർഡ്സ് പഠിപ്പിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഒരു IPAR മെത്തേഡാണ് നമ്മൾ പഠിക്കുവാനാണ്. ആദ്യം നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ വാക്യത്തെ ഓടിച്ചെന്ന് നമ്മൾ പറയല്ല, ഇന്ന് നമുക്കൊരു വാക്യം പഠിപ്പിക്കാം, യോഹന്നാൻ അതിന്റെ സുവിശേഷം നമുക്ക് വാക്യം പഠിപ്പിക്കാം, 1:1 പഠിപ്പിക്കാം, അല്ലെങ്കിൽ 1:12 പഠിപ്പിക്കാം, ഉൽപ്പത്തി 1:1 പഠിപ്പിക്കാം, അല്ലെങ്കിൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പഠിപ്പിക്കുക എന്നല്ല നമ്മൾ വാക്യത്തെ കുറിച്ച് പഠിപ്പിക്കുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ കാണും. എന്തിനാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്? നമുക്ക് അവരെ നേടാൻ വേണ്ടിയാ. ഞാനൊരു വാക്യം പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും വേണ്ട. എന്നാൽ മനോഹരമായ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ വാക്യം പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ അട്രാക്ഷൻ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ്, P മീൻസ് പ്രസന്റ്. നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നാം വേദപുസ്തകത്തിൽ നിന്ന് അത് വായിച്ച് കേൾക്കണം. നമുക്ക് അറിയാവുന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ പോലും കുഞ്ഞിന് മനസ്സിലാക്കണം, ദൈവവചനത്തിൽ നിന്നാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് ആ കുഞ്ഞിന് ബോധ്യപ്പെടണം. പഠിപ്പിക്കുന്ന ടീച്ചറുടെയോ അങ്കിളിന്റെയോ ആന്റിയുടെയോ മനസ്സിൽ നിന്നല്ല, ദൈവവചനത്തിൽ നിന്നാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഇത് പ്രസന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആ വാക്യം വിഷ്വല് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും, അവർക്ക് നോക്കി വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് ഒരു പ്രസന്റ് ഈ വാക്യം ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വാക്യത്തിൽ ചില വാക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ചില ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം, യഹോവ എന്റെ ഇടയനാകുന്നു. ഇടയൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ, അല്ലെങ്കിൽ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കണം നിർബന്ധമില്ല. അപ്പോ ആ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു നാലാമത്തെ സ്റ്റെപ്പാണ്, അത് അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ. എന്താ അപ്ലൈ ചെയ്യണേ? വെറുതെ വാക്യം, ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു സങ്കടകരമായ കാര്യം, വാക്യം പഠിപ്പിച്ചിട്ട് കാണാതെ പഠിപ്പിച്ചു പറഞ്ഞു വിടുക. അതല്ല, അപ്ലൈ ചെയ്യണം. നമ്മുടെ മുമ്പിൽ 2 തരത്തിലുള്ള കുഞ്ഞുങ്ങളാണുള്ളത്. നിങ്ങൾക്കൊന്ന് പറയാമോ ആരൊക്കെയായിരിക്കും? ആൺകുട്ടികളും പെൺകുട്ടികളും ആണോ? ബോയ്സ് ആൻഡ് ഗേൾസ് ആണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അല്ല, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 2 ടൈപ്പ് സ്റ്റുഡൻസാ. ഒന്ന്, രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിച്ച കുഞ്ഞുങ്ങൾ. 2, യേശുവിനെ ഇതുവരെയും ഹൃദയത്തിലേക്ക് വിളിക്കാത്ത കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ സഭയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കാം. ഇത് രണ്ടും കാണി, 2 ടൈപ്പുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കുള്ള മെസ്സേജ് ടീച്ചിങ് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കണം. അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം? അത് റിപ്പീറ്റ് ചെയ്യണം. അതൊരു ഗെയിമിലൂടെ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഈ വാക്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ, ഈ രീതിയിലാണ് നമ്മൾ ഒരു മെസ്സേജ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ ഉള്ള വാക്യം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്കൊരു ഡെമോ എടുത്ത് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോ നമുക്കത് മനസ്സിലാകും, ഇങ്ങനെയാണോ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയാണ് പഠിപ്പിച്ചതെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വെൽഡൺ. അത് അങ്ങനെയല്ല എങ്കിൽ ഇനി നമ്മൾ നമ്മുടെ സൺഡേ ക്ലാസ്സിലായാലും
അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഈ IPEAR മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച്, ഇൻട്രൊഡക്ഷൻ, പ്രസന്റ്, എക്സ്പ്ലെയിൻ, അപ്ലൈ ആൻഡ് റിപ്പീറ്റേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ച് സമയം നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് നമ്മൾ വാക്യം പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പ്രസന്റ് ചെയ്യുവാനായിട്ട് പോകുന്നത്. മക്കളെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു വരുന്നു. നിങ്ങൾക്ക് ഒത്തിരി സ്നേഹിതന്മാരുണ്ട് അല്ലേ, ഒത്തിരി കൂട്ടുകാരുണ്ട്. നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരാളോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയാ കാണിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും? നിങ്ങൾക്കൊന്ന് പറയാമോ? ആരെങ്കിലും മ്യൂട്ട് മാറ്റി നിങ്ങളുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹിതനോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും? ഒന്ന് പറയാമോ എന്നോട്? ആരെങ്കിലും ഒരാള്, 1-2 പേർക്ക് പറയാം. എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും? ആക്ഷനിലൂടെ, നമുക്ക് വാക്കുകളിലൂടെയും. വെരി ഗുഡ്, താങ്ക് യു ടീച്ചർ, വളരെ നന്നായിട്ട്. വേറെ എന്തെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, പല മെത്തേഡ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സ്നേഹിതനോട് കൂടെ കുറെ സമയം നമുക്ക് ചെലവഴിക്കാം. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് ടീച്ചർ പറഞ്ഞ പോലെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ആ സ്നേഹം പ്രകടിപ്പിക്കാം. വേറെ ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനോടൊപ്പം നമുക്കൊരു ടൂർ പോകാം, ഒരു യാത്ര പോകാം. അങ്ങനെ നമുക്ക് ആ സ്നേഹം അവരോട് കാണിക്കാം. ദൂരെയൊക്കെ ഉള്ള ഫ്രണ്ട് ആണെങ്കിൽ, പഴയ കാലത്താണെങ്കിൽ ഒരു ലെറ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഇന്ന് നമ്മൾ വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വിഷസ് നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് അറിയിക്കുവാനായിട്ട് സാധിക്കും. വേറെ നമുക്ക് എന്തെങ്കിലും പ്രസന്റ് മേടിച്ച്, ഗിഫ്റ്റ് മേടിച്ച് നമുക്ക് അവർക്ക് കൊടുത്ത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഇന്ന് അങ്കിള് പഠിപ്പിക്കാൻ പോകുന്ന കഥയിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം തന്റെ സ്നേഹം ഒരു കൂട്ടരോട് കാണിച്ചു. ആരോടാണ് ദൈവം ആ സ്നേഹം കാണിച്ചത്? എങ്ങനെയാണ് ദൈവം സ്നേഹം കാണിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് അങ്കിള് പഠിപ്പിക്കുന്ന ദൈവവചനം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമാണ്. വിശുദ്ധ വേദപുസ്തകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ 66 പുസ്തകമുണ്ട്. അത് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റില് 39 പുസ്തകമുണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റിൽ 27 പുസ്തകമുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ ആരാന്ന് അറിയാമോ? യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് യോഹന്നാൻ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്ന ദൈവജനത്തിൽ രേഖപ്പെടുത്തും. അങ്കിള് നിങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ വായിച്ചത് വേദപുസ്തകത്തിൽ നിന്നാ. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അങ്കിളുടെ ഒരു വിഷ്വൽ ഉണ്ട്. അങ്കിൾ നിങ്ങളെ അത് കാണിക്കാം. അങ്കിളിനോടൊപ്പം നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി ഇതിനോട് ചേർന്ന് പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. വെരി ഗുഡ്, നിങ്ങൾ എല്ലാവരും വായിച്ചു. മക്കളെ, നിങ്ങൾക്കറിയാമോ യോഹന്നാൻ എന്ന് പറഞ്ഞ ആരാന്ന്? യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലും അങ്കിളിനോടൊപ്പം. യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. വെരി ഗുഡ്. തന്റെ ഏകജാതനായ പുത്രൻ. തന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിതാവായ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തെ കുറിച്ചാണ് തന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ പറഞ്ഞത് ഏകജാതനായ പുത്രൻ. ഏകജാതനായ പുത്രൻ എന്ന് വെച്ചാൽ ഒരേ ഒരു പുത്രൻ. അത് ആരാണ് ഒരേ ഒരു പുത്രൻ? പിതാവായ ദൈവത്തിന്റെ ഒരേ ഒരു പുത്രനാണ്
യേശു കർത്താവ്. അതാണ് യേശു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുക വിശ്വസിക്കുന്ന. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ പറയുമ്പോ കൂട്ടുകാരെ, 3 കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന്, ഞാൻ ആരാണ്, ഞാൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം, വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കണം. 3, ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിക്കുവാൻ നിങ്ങൾ വിശ്വസിക്കണം. ഈ 3 കാര്യമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഏവനും, ഏവനെന്ന് പറഞ്ഞാൽ അങ്കിളും നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എല്ലാവരും വിശ്വസിക്കും. എന്ത് ചെയ്യുവാൻ? നശിച്ചു പോകാതെ, അതായത് സാത്താന്റെ വഴിയിലാവാതെ, നിത്യനരകത്തിന് അവകാശിയാവാതിരിക്കുവാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലോ അങ്കിളിനോടൊപ്പം? യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് അറിയാമോ കൂട്ടുകാരെ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പുതിയ ജീവിതം, ന്യൂ ലൈഫ്. യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു തരുന്നതാണ് പുതിയ ജീവൻ. ഒരിക്കലും അവസാനിക്കാത്ത, എന്ന് നിലനിൽക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നതിന്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ദൈവം, പിതാവായ ദൈവം അവനെ നൽകുവാൻ, പുത്രനായ യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. നമ്മുടെ പപ്പ സ്നേഹിക്കുന്നതിനേക്കാൾ, മമ്മി സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം തന്റെ പുത്രനായ യേശുവിലൂടെ നമ്മെ സ്നേഹിച്ചു എന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഈ വാക്യം ഒന്ന് പറഞ്ഞാലോ? യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചില കൂട്ടുകാര് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച കൂട്ടുകാരാ. അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന യേശു കർത്താവിനെ നിങ്ങൾ നന്ദി പറഞ്ഞ് അവന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയണമെന്ന ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നിന്നെ സ്നേഹിച്ച യേശു കർത്താവിനെ നീ സ്നേഹിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യണം. എന്നാൽ ചില കൂട്ടുകാര് യേശു കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ച് യേശുവിന്റെ മകനായിട്ട് മാറുവാനായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം കിട്ടി നിങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ തരുവാനായിട്ട് യേശു കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിക്കണമെന്നാ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കും. കൂട്ടുകാരെല്ലാവരും എന്നോടൊപ്പം പറഞ്ഞു. നമുക്ക് ഒരു ഗെയിമിലൂടെ നമുക്ക് ഈ വാക്യം പഠിക്കാം. എന്റെ കൂടെ കുറെ കൂട്ടുകാരുണ്ട്, ബോയ്സ് ആയിട്ടും ഗേൾസ് ആയിട്ടും. ഇപ്പോ ബോയ്സ് എല്ലാവരും ഈ വാക്യം എന്നോടൊപ്പം ഒന്ന് പറയുന്നതാണ്. നമുക്ക് ബോയ്സ് മാത്രം, ഗേൾസ് ആരും സംസാരിക്കരുത്. വളരെ ശക്തിയോടെ ബോയ്സ് മാത്രം ഈ വാക്യം പറയും. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. വെരി ഗുഡ്. ഇനി ഗേൾസ് മാത്രം അങ്കിളിനോടൊപ്പം ഒന്ന് പറയാണ്. വെരി ഗുഡ്. ബോയ്സ് പറഞ്ഞതിനേക്കാൾ നല്ല ശബ്ദത്തിൽ ഗേൾസ് ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ കൂട്ടുകാര്, പഠിച്ചു എന്ന് ഞാന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒരു കൂട്ടുകാർക്ക് ഈ വാക്യം ഒന്ന് കാണാതെ പറയാമോ? മിടുക്കനോ മിടുക്കിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ? ആരാണ് മിടുക്കിയായിട്ടുള്ളത്? ചാടി പറഞ്ഞാട്ടോ. അയ്യോ, നിങ്ങൾ ആണോ? ജിഷ ടീച്ചർ, ജിഷമോൾ ഇപ്പൊ പറയുന്നതാണ്. ഓക്കെ, ജിഷമോള് പറയും. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ, താങ്ക് യു ജിഷമോളെ. വെരി ഗുഡ്. വളരെ നന്നായിട്ട് വാക്യം പറഞ്ഞു. ജിഷമോക്ക് മാത്രമല്ല, എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വാക്യം അറിയാം. പക്ഷെ പറയാനൊരു നാണോ ചമ്മലൊക്കെ ആയതുകൊണ്ടാ. ഓക്കെ, നമുക്ക് നല്ലൊരു ക്ലാപ്പ് നമുക്ക് ജിഷമോക്ക് കൊടുക്കണം. അപ്പോ ആ ക്ലാപ്പ് ഇങ്ങനെയാണ്. നമ്മുടെ ക്രിസ്മസ് സീസൺ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളൊരു ക്രിസ്മസ് ക്ലാപ്പാണ് കൊടുക്കുന്നത്. ആ ക്രിസ്മസ് ക്ലാപ്പ് ഇങ്ങനെയാണ്. അങ്കിൾ നിങ്ങളെന്ന് പഠിപ്പിക്കുക. നിങ്ങളുടെ കൈ എടുത്ത് രണ്ട് കൈവിരലും എടുത്ത് കൈ എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ
കൈ ഇങ്ങനെ അനക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണും ചിമ്പണം. പുഞ്ചിരിച്ചോണ്ട് ജിഷമോക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു ക്രിസ്മസ് ക്ലാപ്പ് കൊടുക്കാം. എല്ലാവരും കൊടുത്തില്ല, എല്ലാവരും ചേർന്ന് നന്നായിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രിയ ഇനി നിങ്ങൾ അധ്യാപകരാട്ടോ, ഇനി സ്റ്റുഡൻസ് അല്ല, നിങ്ങൾ അധ്യാപകരാ. വളരെ നല്ല സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ ഇരുന്നു. വെരി ഗുഡ്. ഇതിന് കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്തൽ. ഓക്കെ, നമ്മൾ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. IPAR മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ അതിലൊരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. വെറുതെ ഒരു വാക്യത്തിലേക്ക് മുമ്പ് കൂട്ടുകാരുടെ കാര്യവും പ്രസന്റ് കാര്യം പറയുമ്പോൾ പിള്ളേർ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ പ്രസന്റ് ചെയ്തു, ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തു, അപ്ലൈ ചെയ്തു, റിപ്പീറ്റേഷൻ ഗെയിമിൽ നിങ്ങൾ വലിയവരായതുകൊണ്ടാണ് ഞാൻ അധികം ഗെയിമിലേക്ക് പോവാത്ത. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിലുണ്ട്, എങ്ങനെയാണ് ഗെയിം ഒക്കെ പഠിപ്പിക്കേണ്ടതെന്ന് നിങ്ങളുടെ നോട്ടിലുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചതിൽ. അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ഒരു സ്റ്റോറി എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം. ബൈബിൾ സ്റ്റോറി എങ്ങനെ ഒരു ബൈബിൾ ലെസൺ ആയിട്ട്, അതായത് ചുമ്മാ കഴിക്കുന്ന പുട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് പുട്ട് കഴിക്കാം, എല്ലാവർക്കും ഉള്ള മെസ്സേജ് എങ്ങനെ പറയാമെന്ന് ഇപ്പോൾ സാലി ടീച്ചർ നിങ്ങൾക്ക് ഒരു ഡെമോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സാലി ടീച്ചർ. ഓക്കെ, നാം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ ലെസൺ ബൈബിൾ സ്റ്റോറി അല്ല, നമ്മൾ ബൈബിൾ ലെസൺ ആണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ ലെസൺ എന്ന് പറയുമ്പോൾ, ബൈബിൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കഥ പറയുക. ബൈബിൾ ലെസൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ, അതിന് മുമ്പ് 1-2 കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് നേരെ കഥയുടെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടി എവിടെ? ഈ ഒരു പ്രസ്താവന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ കുട്ടി എവിടെ? അതൊരു ചിത്രത്തിന്റെ അടിയിൽ വന്ന ഒരു അടിക്കുറിപ്പാണ്. അത് മറ്റൊന്നുമല്ല. ആ ചിത്രം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പിക്ചർ കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. മിക്കവാറും എല്ലാവരും തന്നെ ഈ പിക്ചർ കണ്ടവരാണ്. സൊമാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനായ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയായത്. അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകൾ കിട്ടി ഈ ഫോട്ടോ. കാരണം ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ, അന്ന് അവിടെ കൊടും പട്ടിണി കൊണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടഞ്ഞു വീണു മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം ആ കുഞ്ഞ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകൻ, അത് മരിച്ചിട്ട് വേണം കൊത്തി വലിച്ച് തിന്നാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി അത് കാത്തിരിക്കുന്ന ഒരു കഴുകൻ പിന്നിലുണ്ട്. ആ കുഞ്ഞ് മരണാസന്നനായിട്ട് കിടക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് ആ പിക്ചർ എടുത്തു. ആ പിക്ചർ എടുത്തതിന് ശേഷം അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിൽ അത് ഇട്ടു. ഒത്തിരി പേര് പ്രശംസിച്ചു, ഒരുപാട് പേര് പ്രശംസിച്ചു. അദ്ദേഹത്തിന് ഈ ഒരു പിക്ചർ കൊണ്ട് തന്നെ പല അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. പക്ഷേ ഒരു ദിവസം ഒരു പ്രായമായ സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ആ കുട്ടി എവിടെ? നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ ആ ചോദ്യം വല്ലാതെ വേട്ടയാടി. ആ ചോദ്യം മാത്രമല്ല, ഈ ചോദ്യം ഈ സ്ത്രീ ചോദിച്ചതിന് ശേഷം അനേകർ ആ മനുഷ്യനോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ആ കുഞ്ഞെവിടെ? എന്തുകൊണ്ട് നിങ്ങൾ അവനെ രക്ഷിച്ചില്ല? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പോലും അറിയില്ല. എന്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചില്ല എന്ന് ചോദിച്ചു. ഇത് ഭയങ്കരമായിട്ട് പ്രശസ്തിയും പണവും ഈ പിക്ചർ മൂലം അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിലും മാനസിക ക്ഷോഭം, അതായത് തനിക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ, ലോകത്തിന്റെ വേട്ടയാടല്, അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തൽ എല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. ഈ പിക്ചർ എടുത്ത മനുഷ്യൻ ഇന്ന് ഈ ലോകത്തില്ല, അദ്ദേഹം സ്വയം മരിക്കുക ചെയ്തത്. ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് എവിടെ? നിന്റെ കുഞ്ഞ് എവിടെ? ഒരു പക്ഷേ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നതിൽ, ഈവൻ ലോക്ക്ഡൌൺ ആയാലും വേണ്ടില്ല, എന്ത് ഡൗൺ ആയാലും വേണ്ടില്ല, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ ഒരു മടിയും കാണിക്കത്തില്ല. അത് കഴിച്ചില്ലെങ്കിലാണ് നമ്മൾ ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെ അടിക്കുകയൊക്കെ ചെയ്യുന്നത് ആ കഴിച്ചില്ലെങ്കിലാ. വിദ്യാഭ്യാസം, അത് എന്ത് മാർഗം ഉപയോഗിച്ചും നമ്മൾ എത്ര രൂപ മുടക്കിയും വൈഫൈ സെറ്റ് ചെയ്യുന്നു, ലാപ്ടോപ്പ് മേടിക്കുന്നു, അതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാറുണ്ട്. എന്നാൽ അവന്റെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പോ മാതാപിതാക്കളായ നിങ്ങൾ ചെയ്യാറുണ്ടോ? പോട്ടെ, നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അല്ലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്തരം ചില തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ഞാനത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒറ്റ വാർത്ത, ഇപ്പോൾ ഏകദേശം ഓഗസ്റ്റ് മാസം വരെ കേരള പോലീസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 178 പേർ
കുഞ്ഞുങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക് ടൈമിൽ സൂയിസൈഡ് ചെയ്തു. 178 കുഞ്ഞുങ്ങൾ കേരളത്തിൽ മാത്രം. കണക്കിൽപ്പെടാത്ത കുഞ്ഞുങ്ങൾ ഏറെ അതിലുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്തത്. ഒരിക്കലും റെക്കോർഡ് പോലെ ആണ് അവർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതിന് സർവശക്തനായ യേശു കർത്താവിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തത് കൊണ്ട് സംഭവിച്ച ചില പ്രയാസങ്ങളാണ് ഇങ്ങനെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് നേടേണ്ടതിന്റെ ആവശ്യം. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ വേഗത്തിൽ പോവാണ്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. മത്തായി 28:19 പറയുന്നത്, നിങ്ങൾ ലോകത്തൊക്കെയും പോയി പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അവരെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് അല്ല ദൈവം പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി. യോഹന്നാൻ 3:16 പറയുന്ന ഹൂസോവർ ബിലീവത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വിശ്വസിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നില്ല, വിശ്വസിക്കുന്നവർ. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ യേശു കർത്താവിൽ വിശ്വസിക്കാൻ സാധിക്കും. ആസ് മെനി ആസ് ഇതിലെല്ലാം പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രായം അവിടെ പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞിന് യേശു കർത്താവിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തിനാണ് നമ്മൾ ഒരു കുഞ്ഞിനെ യേശുവിലേക്ക് നയിക്കുന്നത്? സ്പിരിച്വൽ കണ്ടീഷൻ ഡിമാൻഡ്സ് ഇറ്റ് എന്ന് വെച്ചാൽ അവന്റെ ഒരു ആത്മീയ നിലവാരം അതിനെ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ അത് ആത്മീയ നിലവാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഹീസ് എ സിന്നർ. നമ്മൾ കൊച്ചുകുട്ടികൾ പാപികളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന അല്ല, പാപം ചെയ്യുന്നില്ല. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ പാപ സ്വഭാവമുള്ളവരായിട്ട് ജനിക്കുന്നു കുഞ്ഞുങ്ങളാണെങ്കിലും 1 വയസ്സാകുമ്പോൾ തന്നെ നമുക്കറിയാം അവർ കാണിക്കുന്ന കുസൃതി. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഗ്ലാസ് ഇടുന്നു, കടിക്കുന്നു, മാന്തുന്നു, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും 1 വയസ്സായ കുട്ടി. അത് അവന്റെ ഉള്ളിൽ ആ തിന്മ പാപ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ യേശുവിലേക്ക് നയിക്കേണ്ടത് അത്യാവശ്യമാണ്. കനോട്ട് അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ ട്രൂത്ത്സ്. പ്രാകൃത മനുഷ്യൻ, അത് രണ്ടാമത്തെ കാര്യം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ്, പൗലോസ് വിളിക്കുന്ന പേരാണ് പ്രാകൃത മനുഷ്യൻ. അവർക്ക് ഈ സ്പിരിച്വൽ ട്രൂത്ത് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. കാരണം അവൻ പാപിയായതുകൊണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടാത്ത ഒരു കുട്ടിയെ സൺഡേ സ്കൂളിൽ എത്രമാത്രം ബൈബിൾ വായിക്കാൻ ശീലിപ്പിച്ചാലും, എത്രമാത്രം പ്രാർത്ഥിക്കാൻ ശീലിപ്പിച്ചാലും, മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചാലും, അവന് 150 ബൈബിൾ വാക്യങ്ങൾ എഴുതിയാലും അവന്റെ ഉള്ളിൽ കർത്താവ് യേശു ഇല്ലെങ്കിൽ അത് യാതൊരു ഫലവും അവന്റെ നിത്യജീവിതത്തിനോ അവന്റെ ഈ ഭൂമിയിൽ നന്നായി ജീവിക്കേണ്ടതിനോ അവന് അത് ഗുണം വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാനുണ്ടെങ്കിലും എന്താണ് ഇത് ഒരു കുഞ്ഞിനെ രക്ഷയിലേക്ക് നയിക്കാൻ, ഇപ്പം നമ്മുടെ പ്രധാന വിഷയം ഒരു കുട്ടിയെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ 4 കാര്യങ്ങൾ കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കണം. ഞാൻ വേഗത്തിൽ പോകാം. ഒന്ന്, പ്രധാനമായിട്ടും നമ്മൾ 4 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ. പിതാവായ, സൃഷ്ടാവായ, സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറയാം ദൈവ സ്നേഹമാണ്. ഞാൻ ഈ കഥ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കയറി വരുന്നത് മനസ്സിലാവും. ദൈവം സ്നേഹമാണ്. ദൈവം കുഞ്ഞിനെ സൃഷ്ടിച്ചതാണ്. ഓർക്കുക, മാർത്തോമ സഭയിലാണെങ്കിലും ഇവാഞ്ചലിക്കൽ സഭയിലാണെങ്കിലും CSI സഭയിലാണെങ്കിലും പെന്തക്കോസ്ത് സഭയിലാണെങ്കിലും നിങ്ങൾ ചില കുട്ടികളെ എടുത്ത് ഒരു പഠനം നടത്തിയാൽ അതിൽ 25% കുഞ്ഞുങ്ങൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ സയൻസിൽ വിശ്വസിക്കുന്നു, ഡാർവിന്റെ തിയറിയിൽ വിശ്വസിക്കുന്നു, ബൈബിളിലെ ഉൽപ്പത്തി വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയാണ്, ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഓർക്കുക, അവനെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നവനോട് പറയാം, ദൈവവിശുദ്ധനാണെന്ന് അവനെ പഠിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ രക്ഷ നിനക്ക് തരുന്നത് ദൈവമാണ് എന്ന് അവനെ പഠിപ്പിക്കുക. രണ്ടാമത് നമ്മൾ പറയുന്നത് ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കുട്ടിയെ കുറിച്ച് പഠിപ്പിക്കുക. അവനെ ബോധ്യപ്പെടുത്തണം, യു ആർ എ സിന്നർ, നീ ഒരു പാപിയാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അൺഎബിൾ ടു സേവ് ഹിംസെൽഫ്, കുഞ്ഞെ നിനക്ക് തന്നെത്താനെ രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം. ഓക്കെ, അപ്പോ ഒന്ന്, ദൈവത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. 2, മനുഷ്യന്റെ പാപാവസ്ഥയെ കുറിച്ച് നമ്മൾ കഥയിൽ പഠിപ്പിക്കുന്നു. ഇതെല്ലാം കഥയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ 4 കാര്യം എന്ന് പറഞ്ഞു. ഒന്ന്, സൃഷ്ടാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുക. 2, നീ പക്ഷേ പാപിയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവന്റെ പാപത്തിനൊരു രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു, രക്തം ചൊരിഞ്ഞു. അക്കാര്യങ്ങൾ അവനെ ബോധിപ്പിക്കുക. നിനക്ക് നിത്യജീവൻ തരാനും നിന്റെ പാപങ്ങൾ ക്ഷമിക്കാനും യേശുവിന് സാധിക്കും. അപ്പൊ രക്ഷ തരുന്ന ദൈവമാണ്, പക്ഷെ നീ പാപിയാണ്.
എന്നാൽ നിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നിനക്ക് രക്ഷ ലഭിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 4ാമത് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ കുട്ടിക്ക് ഈ രക്ഷ സ്വീകരിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ, ആഹ്വാനം നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരോട് പറയുന്നു, കുഞ്ഞെ നിനക്കും രക്ഷ തരാൻ യേശു ഇഷ്ടമാണ്, നിനക്കത് സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ 3 കാര്യങ്ങൾ അവരെ കൊണ്ട്, നീ ഒരു പാപിയാണെന്ന് പറയുക, യേശുവിനോട് സമ്മതിക്കുക, യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുക, ഇപ്പോൾ തന്നെ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് വിരിക്കുക. ഇങ്ങനെ പറഞ്ഞ കുഞ്ഞിനെ അവസാനം നമ്മൾ അതിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സുവിശേഷം വാട്ട് ഈസ് ഗോസ്പൽ എന്നാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഇത് നമ്മൾ ബൈബിൾ ലെസനകത്ത് മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അവർ പോലും അറിയാതെ കഥയ്ക്കകത്ത് മിക്സ് ചെയ്ത് പഠിപ്പിക്കുന്നു. ഇനി ബൈബിൾ ലെസൺ ഞാൻ ഇനി കഥയിലേക്ക് കയറുകയാണ്. പക്ഷെ അതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. എപ്പോ എവിടെ പഠിപ്പിക്കാൻ പോയാലും, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ക്രിസ്മസ് ലെസൺ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഓർക്കുക. 1, പ്രേ ഫോർ യുവർ സെൽഫ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ബലം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ യുവർ സ്റ്റുഡൻസ്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന 10ഓ 20ഓ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: കർത്താവെ, ഞാൻ വേല ചെയ്യാൻ പോകുന്നു, ഒരു വയലിൽ വേല ചെയ്യാൻ പോകുന്നു, പക്ഷെ അത് കിളച്ച് ഒരുക്കി വൃത്തിയാക്കി കളയൊക്കെ മാറ്റി കട്ടയൊക്കെ ഉടച്ച് നിരപ്പാക്കി ഇടേണ്ടത് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്, അത് ചെയ്യണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. ഡിപ്പെൻഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ഓക്കെ, വേദപുസ്തകം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോർഷൻ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ലെസൺ തരും, പക്ഷെ അതിനകത്ത് തന്നിരിക്കുന്ന ആ ലെസൺ വളരെ നന്നായിട്ട് 2-3 പ്രാവശ്യം വായിക്കുക. അതിനകത്തിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ പരാമർശിക്കുന്നു, അത് ഏത് കാലഘട്ടമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് എഴുതി ഒരു ബുക്കിൽ വെക്കുക. അത് നിങ്ങളെ കുറച്ചുകൂടി സഹായിക്കും. 2 കാര്യങ്ങളും കൂടെ ഓർക്കുക. വാട്ട് ഈസ് ഗോഡ് സെയിങ് ടു മീ, എന്നോട് ഈ വചനത്തിലൂടെ, ഈ പാസേജിലൂടെ ദൈവം എന്നോട് എന്ത് പറയുന്നു, ഇനി കുഞ്ഞുങ്ങളോട് എന്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ഈ കാര്യങ്ങൾ ഓർക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യിച്ച് നമ്മളെ പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പ്രസംഗം തിരഞ്ഞെടുത്താൽ അത് നമ്മളോട് തന്നെ പ്രസംഗിച്ചേച്ച് മാത്രമേ മറ്റുള്ളവരോട് പറയാവുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്യും? ഓൾറെഡി നിങ്ങൾക്ക് ഒരു ലെസൺ തന്നിട്ടുണ്ട്, അതിനകത്ത് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ ലെസന് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ പാട്ടിന്റെയും വാക്യത്തിന്റെയും കാര്യം കേട്ടതുപോലെ കഥയിലേക്ക് കയറാനായിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇത് നമ്മൾ വേറൊരു കഥയുടെ, ആ കഥയ്ക്കകത്ത് ഈ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞ ഈ ട്രൂത്ത്സ്, പാപത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു, ദൈവസ്നേഹത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, പിന്നീട് ഏറ്റവും അവസാനം അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു, ആ രക്ഷയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ കാര്യങ്ങള് ഗീവ് ആൻ ഇൻവിറ്റേഷൻ. ഒരു കാരണവശാലും നിങ്ങൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകരുത്. അവിടെ കുഞ്ഞിനെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ആഹ്വാനം കൊടുത്ത് അവൻ ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം കൊടുക്കാതെ ഒരു കാരണവശാലും കഥ നിർത്തി അവരെ സന്തോഷിപ്പിച്ച് വിടരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻവിറ്റേഷൻ കൊടുക്കുമ്പം അവിടെ പാപിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് അവിടെ യോഹന്നാൻ 3:16 യോഹന്നാൻ 1:12 ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. കുട്ടികളോട് തലവണക്കിയിട്ട് നമുക്ക് പറയാം, നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്താം, അല്ലെ കണ്ണു തുറന്ന് എന്നെ നോക്കാം, നിങ്ങൾക്കല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ. കാരണം അവന് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ക്ലാസ്സിന് ശേഷം പ്രത്യേകം മാറ്റിയിരുത്തി അവരോട് പറയുന്നത് നന്നായിരിക്കും. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സൂമിലോ മറ്റോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവരെ അവിടെ ഇരുത്തി തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഒരു ബൈബിൾ ലെസൺ പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു പോയത്, നമ്മുടെ വളരെ സമയം കുറവായതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ബൈബിൾ ലെസണിലേക്ക് കയറാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഈ വർഷം പല വർഷങ്ങളിലും പല കുഞ്ഞുങ്ങളുടെ സ്റ്റോറീസ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നേരിട്ടുള്ള ബൈബിൾ ലെസണിലേക്കാണ് പോകുന്നത്. ക്രിസ്മസിന്റെ സെയിം സ്റ്റോറി തന്നെയാണ്. അത് എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ടീച്ചറും നിങ്ങൾ കുട്ടികളുമായി മാറാൻ പോവാണ്. പക്ഷെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഇപ്രാവശ്യം വളരെ വേറിട്ടൊരു രീതിയിലാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ലാൽ സാറും കൂടി എന്നെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ലാൽ സാർ എന്നെ ഒന്ന് സഹായിക്കണം ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇനി ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നേരെ ഞാൻ കഥയിലേക്ക് പോകുന്നു, കഥ പറയുന്നു. ലാൽ സാറേ. നീ പക്ഷേ ജോസഫ്, എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. ഇപ്പോഴെന്തിനാ നമ്മളിങ്ങനെ പോകുന്നത്?
എന്റെ വയറ്റിലുള്ള കുഞ്ഞ് വളരെയധികം വളർന്നിരിക്കുന്നു. എനിക്കാണെങ്കിൽ അല്പം ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. വീടിന് ചുറ്റും പോലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെ പോകും? എന്തായാലും നിനക്കറിയാമോ, ഔഗുസ്തോസ് കൈസർ എല്ലാവരോടും അവരുടെ പൂർവികരുടെ വീട്ടിലേക്ക് തിരികെ പോയി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. വളരെ അധികം ആളുകൾ ഇതിനകം പോയി കഴിഞ്ഞു. എനിക്കറിയാം. പക്ഷെ എന്റെ വിഷമിക്കണ്ട. ഈ കുഞ്ഞിനോടൊപ്പം ഞാൻ എങ്ങനെ യാത്ര ചെയ്യും? ഇത് വളരെ പ്രയാസകരമായ യാത്രയായിരിക്കുമല്ലോ. മറിയ, നീ വിഷമിക്കണ്ട. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. നിന്നെ സുരക്ഷിതമായി ബേത്ലഹേമിൽ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. കുഞ്ഞുങ്ങളെ, ഇവർ രണ്ടുപേരും സംസാരിച്ചത് നിങ്ങൾ കേട്ടു അല്ലേ? ദൈവത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് ഈ രണ്ടു പേരിലൂടെ വളരെ അതിശയകരമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പേര് ഞാൻ പറയാം, നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഒന്ന് ജോസഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ മറിയ. ഇവർ രണ്ടുപേരും ഇപ്പോൾ വലിയ പ്രയാസത്തില. കാരണം ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവരൊക്കെ ഒരു പ്രയാസം നേരിടേണ്ടി വന്നത്? നമ്മുടെ മറിയ കുഞ്ഞിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു അല്ലേ? ഒരു ദിവസം ഈ മറിയ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് കല്യാണമൊക്കെ നിശ്ചയിച്ച് മറിയ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. കല്യാണ നിശ്ചയമൊക്കെ കഴിയുമ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഓടി നടന്ന് എല്ലാ ജോലിയൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചെന്നറിയാമോ? മറിയയുടെ മുമ്പിൽ ഭയങ്കര ഒരു പ്രകാശം. മറിയ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ഓടിയേനെ. നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഭയങ്കര ഓട്ടം ഓടിയേനെ അല്ലേ? പക്ഷെ മറിയ പേടിച്ചു. വിളിച്ചൊന്നും കൂവിയില്ല. ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് മറിയയ്ക്ക് മനസ്സിലായി എന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് സാധാരണ ആളൊന്നുമല്ല. ഭയങ്കര പ്രകാശത്തിൽ ഇങ്ങനെ നിൽക്കുക. അത് മറ്റാരുമല്ലാതെ ആരാന്നറിയാമോ? ഗബ്രിയേൽ ദൂതൻ. സ്വർഗത്തിൽ നിന്ന് ദൈവം ആ ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുത്തേക്ക് അയച്ചതാ. ഗബ്രിയേൽ ദൂതൻ വന്ന ഉടനെ പറഞ്ഞ എന്താണെന്നറിയാമോ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇത് കേട്ടപ്പോഴത്തേക്കും മറിയയ്ക്ക് ആകെ വിഭ്രാന്തിയായി. ഇതെന്തൊരു വന്ദനമാ? ഇതെന്തുവാ ഈ ദൂതൻ എന്നോട് പറയുന്നത്? അപ്പോ ദൂതൻ എന്നാ പറഞ്ഞെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-ലും 31-ലും ഇങ്ങനെയാണ് പറയുന്നത്. ദൂതൻ എന്താ പറഞ്ഞെന്ന് ആദ്യമൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇതാ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയ ഞെട്ടിപ്പോയി. എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ ആ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, മറിയ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടാകുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. അവൻ പരിശുദ്ധാത്മാവിനാലാണ് നിന്റെ വയറ്റിൽ ഉരുവാകുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മറിയ നോ എന്നൊന്നും പറഞ്ഞില്ല, നിലവിളിച്ചുകൊണ്ട് ഓടിയില്ല. മറിയ എന്നാ പറഞ്ഞെന്നറിയാമോ? ഇതാ കർത്താവിന്റെ ദാസി, ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മറിയ ഭയങ്കര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നു. കാരണം മറിയ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ മറിയയുടെ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ടായി. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫിന് ഭയങ്കര വിഷമമായി. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടി മറിയയുടെ വയറ്റിലുണ്ടായി. ഇനി എന്ത് ചെയ്യും? ജോസഫ് വളരെ നീതിമാനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു രഹസ്യമായിട്ട് അവളെ അങ്ങ് ഉപേക്ഷിക്കാം, ആരും അറിയണ്ടെന്നൊക്കെ വിചാരിച്ചപ്പോ ഈ ജോസഫിന്റെ മുമ്പിലും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ജോസഫിനെ നീ പേടിക്കണ്ട. ഇത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് മറിയയെ പറ്റി. മറിയയുടെ ഉള്ളിൽ വളരുന്ന കുട്ടി ദൈവത്താൽ ഉണ്ടായ കുട്ടിയാണ്. നീ പേടിക്കൊന്നും വേണ്ട. ജോസഫിന് ഭയങ്കര സന്തോഷമായി. ജോസഫ് വന്ന് മറിയയോട് സംസാരിച്ചു. അവര് ദൈവത്തിന്റെ നിർദ്ദേശം കൈക്കൊള്ളാൻ വേണ്ടിയൊക്കെ തയ്യാറായി. മക്കളെ, നിങ്ങൾക്കറിയാമോ ജോസഫിനോട് പ്രകാരമാ ദൈവം പറഞ്ഞത്, നീ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടണം. അവൻ മനുഷ്യരുടെ പാപങ്ങളെ രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിന്റെ പാപം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാ. ആ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം യേശു എന്ന് പറയുന്ന കുഞ്ഞിനെ മറിയയുടെ വയറ്റിലേക്ക് അയച്ചത്. നിങ്ങൾക്കറിയാമോ ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യത്തിനാ പാപം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പാപം ചെയ്യും, വായി കൊണ്ടാ ചീത്ത വാക്കുകൾ പറയും, പപ്പയും മമ്മിയോടും വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ സംസാരിക്കും. ചിലര് പാപം ചെയ്യുന്ന ചിന്ത കൊണ്ടാ.
കൂട്ടുകാർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അസൂയ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നല്ല മറ്റുള്ള വീട്ടുകാർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. അത് പാപമാണ്. ചില സമയത്ത് ചിലർ പാപം ചെയ്യുന്നത് കൈകൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടാണ് പാപം ചെയ്യുന്നത്. കൂട്ടുകാരെ ഉപദ്രവിക്കുക, വീട്ടിലുള്ള മമ്മിയെ ഉപദ്രവിക്കുക, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ ഉപദ്രവിക്കുക, ഇതെല്ലാം പാപമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ പാപം ഞാനും നിങ്ങളും ചെയ്യുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പാപ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഈ പാപത്തിന് ദൈവം ഒരു ശിക്ഷ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നേക്കുമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നമുക്കൊരു നിത്യജീവിതം ലഭിക്കത്തില്ല. നമ്മൾ വാക്യത്തിൽ പഠിച്ചതുപോലെ ഒരു നിത്യജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, പക്ഷെ ആ നിത്യജീവിതം നമുക്ക് ലഭിക്കില്ല. ഇങ്ങനെ നിങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരും പാപം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോ അതിന് വേണ്ടിയിട്ട് മറിയയോട് സംസാരിച്ചു, ജോസഫിനോട് സംസാരിച്ചു. അവരേതായാലും പോകാൻ തയ്യാറായി. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞു, മറിയയുടെ കുഞ്ഞ് വളരാൻ തുടങ്ങി, വയറ്റിനുള്ളിൽ കിടന്ന് പ്രസവിക്കാനുള്ള സമയമൊക്കെ ഏകദേശം അടുത്തു വരുന്നു. ഈ സമയത്താണ് അവിടെ ഭരിച്ചിരുന്ന അഗസ്റ്റസ് കൈസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി. അദ്ദേഹം നിങ്ങൾക്കറിയാമോ, റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഒത്തിരി കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി, ഒത്തിരി റോഡുകളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് നികുതിയൊക്കെ മേടിച്ചു. ഒരു ദിവസം ഈ രാജാവിന് പെട്ടെന്ന് ഒരു ചിന്ത തോന്നി. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകളും അവരവരുടെ സ്വന്തം നാട്ടിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണം. ഈ വാർത്ത ജോസഫിന് ചെവിയിലെത്തി. ജോസഫ് ഓടി വന്നിട്ട് മറിയോട് പറഞ്ഞു, അയ്യോ ഇനി എന്താ ചെയ്യുന്നത്? നമുക്കിനി അവിടെ പോകേണ്ടി വരുമല്ലോ, ഇത്രയും ദൂരം അങ്ങനെ യാത്ര ചെയ്യും. മറിയ പറഞ്ഞു, അയ്യോ നമുക്ക് പോകണോ? പക്ഷെ രാജാവിന്റെ, ചക്രവർത്തിയുടെ കൽപ്പനയാ, ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റത്തില്ല. അവർക്ക് പോകണം, പോകാതിരിക്കാൻ ഒരു രക്ഷയില്ല. നിങ്ങൾക്കറിയാമോ, ഇവര് താമസിക്കുന്ന നസറേത്ത് എന്ന് പറയുന്ന പട്ടണത്തിലാ. നസറേത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഈ ബേത്ലഹേമിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 68 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ ഗർഭിണിയായ മറിയം കൊണ്ട് എങ്ങനെ അവരാകെ വിഷമിച്ചു. കാരണം ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാ. ആ ബേത്ലഹേമിന് വേറൊരു പേരും കൂടിയുണ്ട്, ദാവീദിന്റെ പട്ടണം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അങ്ങനെ ആ പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോ ആകപ്പാടെ വിഷമിച്ചെങ്കിലും അവര് പോകാൻ തയ്യാറായി. നിങ്ങൾക്കറിയാമോ മക്കളെ, ഇത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരുന്നു. കാരണം ദൈവത്തിന്റെ പുത്രൻ ബേത്ലഹേമിൽ തന്നെ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. കാരണം എന്താണെന്നറിയാമോ, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മീഖ പ്രവാചകനോട് ദൈവം സംസാരിച്ചു. എന്തുവാന്ന് ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മീഖ പ്രവാചകന്റെ പുസ്തകം 5:2 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നോക്കിക്കേ, ബേത്ലഹേമിലാണ് ജനിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരേതായാലും വളരെ ദൂരം, അവര് കഴുതപ്പുറത്താണോ പോയേ, നടന്നാണോ പോയെന്നൊന്നും അറിയത്തില്ല. ഏകദേശം ഒരാഴ്ചയോളം എടുത്തു അവര് തിരിച്ച് ബേത്ലഹേമിലെത്തി. അവര് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി ആളുകൾ ബേത്ലഹേമിൽ വന്ന് കൂടിയിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പല സ്ഥലത്തും ഒരു വീടിന് വേണ്ടി അന്വേഷിച്ച് നടന്നു. ഒരു വീടും കിട്ടില്ല. കാരണം ഉള്ള വീടുകളെല്ലാം തിങ്ങി നിറഞ്ഞ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മറിയയ്ക്ക് പ്രസവിക്കാനുള്ള സമയം അടുത്തു വരുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർ വളരെ സങ്കടത്തോടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. ജോസഫ് എല്ലാ മനുഷ്യരോടും ചോദിച്ചു, എനിക്കൊരു സ്ഥലം തരാമോ? പക്ഷേ എന്ത് സംഭവിച്ചു? അവർക്ക് ആ ഒരു വീടും ലഭിച്ചില്ല. ഒരു വീടും ലഭിക്കാതെ അവരാകെ വിഷമിച്ചിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം അവർക്കൊരു സ്ഥലം കിട്ടി. അത് ഏത് സ്ഥലമാണെന്നറിയാമോ? പശുക്കളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാ. അവിടെ പോയി അവര് ഇരുന്നു. മറിയയ്ക്ക് പ്രസവിക്കാനുള്ള ഒരു സമയമായി. മറിയ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ കൈകളിലെടുത്തു. ജോസഫിന് ഭയങ്കര സന്തോഷമായി. ദൈവത്തിന്റെ പുത്രൻ രാജകുമാരനല്ലേ? പക്ഷെ ആ രാജകുമാരനായ യേശുവിനെ കീറത്തുണികളും ഒക്കെ വെച്ചാ പുതപ്പിച്ചത്. അങ്ങനെ ഒരു പശു വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരു തൊട്ടിയുണ്ട്. അതിനകത്ത് പുല്ലൊക്കെ വെച്ച് അത് മിനുസപ്പെടുത്തി കുഞ്ഞിനെ വേദനിക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആക്കി കുറെ പഴന്തുണികളും ഒക്കെ അതിനകത്ത് ഇട്ട് കുഞ്ഞുവാവയെ അതിന്റെ മുകളിൽ കിടത്തി. നോക്കിക്കേ, ഇത്രയും പ്രയാസത്തോടെയാണ് യേശു കർത്താവ് ജനിച്ചത്. എന്തുകൊണ്ടാണെന്നറിയാം? ഇന്ന് നമ്മൾ വാക്യത്തിൽ പഠിച്ചത് എന്താ? ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞെ നിന്നെ സ്നേഹിച്ചു എന്ന അർത്ഥം. എന്നെ സ്നേഹിക്കുന്നു. ഈ ദൈവം നമ്മുടെ സൃഷ്ടാവാ. എന്നെയും നിന്നെയും എല്ലാം സൃഷ്ടിച്ച ദൈവമോ. ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ദൈവം വിശുദ്ധനായി. ഈ ദൈവം ഒരിക്കലും ഒരു തെറ്റും ചെയ്യുന്നില്ല. ഈ വിശുദ്ധനായ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവായ യേശുവിനെ ഇങ്ങനെ ലോകത്തിലേക്ക് അയച്ചത്. ആ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയം
സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. എന്താണെന്നറിയാമോ? കുറെ ആട്ടിടയന്മാർ അവിടെ ഇങ്ങനെ ആടുകളെയൊക്കെ മേയിച്ച്, നല്ല തണുപ്പുള്ള സമയമാണ്, തീയൊക്കെ കാഞ്ഞിരിക്കുന്ന സമയത്ത് ആകാശത്ത് ഭയങ്കര ഒരു വെളിച്ചം വന്നു. അവര് നടുങ്ങിപ്പോയി. നോക്കിക്കഴിഞ്ഞപ്പോ ആകാശത്ത് വലിയൊരു ഭയങ്കര ഒരു ഗ്രൂപ്പ്, നമ്മുടെ പള്ളിയിൽ കൊയറൊക്കെ നിൽക്കത്തില്ലേ, അതുപോലെ വലിയൊരു കൊയർ ഇങ്ങനെ ആകാശത്ത് പറന്നിങ്ങനെ നിൽക്കുക. അവര് പേടിച്ചു വിറച്ചു. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ലോകത്തിന് മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാസന്തോഷം, എ ഗ്രേറ്റ് ജോയ് ഞാൻ നിങ്ങളോട് അറിയിക്കാൻ പോവാണ്. എന്താ ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന സന്തോഷം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിന്റെ മുഴുവൻ ആളുകളുടെയും പാപത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് യേശു ഭൂമിയിൽ വന്നത്. യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. യേശു ദൈവമായിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. നമ്മളെ പോലെ തന്നെ ജോലി ചെയ്തു, പഠിച്ചു, കളിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ യേശു ഒരിക്കലും ഒരു പാപവും ചെയ്തിരുന്നില്ല. ഈ പാപം ചെയ്യാത്ത യേശുവിനെ കുറെ ആളുകൾ ചേർന്ന് എന്ത് ചെയ്തു എന്നറിയാമോ? കർത്താവ് യേശുവിനെ ക്രൂശിൽ തറച്ചു. അവന്റെ ശരീരം മുഴുവനും ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ചാട്ടവാറിന്റെ അറ്റത്ത് എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. യേശുവിനെ അടിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോകും. യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. അവിടെ നിന്ന് രക്തം ഒഴിക്കാൻ തുടങ്ങി. ശരീരം മുഴുവനും യേശുപ്പച്ചന്റെ കീറി മുറിച്ചു. ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. പക്ഷെ യേശുവിനെ ഒരു കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. പക്ഷെ എന്നാ സംഭവിച്ചെന്നറിയാമോ? 3 ദിവസത്തിന് ശേഷം യേശു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഈ യേശു കർത്താവ് ലോകത്തിന് മുഴുവനും, അതായത് ലോകത്തിന്റെ മുഴുവൻ പാപവും ക്ഷമിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് ലോകത്തിനുള്ള ഗ്രേറ്റ് ജോയ് എന്ന് അവർ പറഞ്ഞത്. ഒരു ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ പറഞ്ഞു. ഇവരെല്ലാവരും വലിയൊരു പാട്ടൊക്കെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഏത് ട്യൂണില്ല പാടിയെന്നൊന്നും ആന്റിക്ക് അറിയത്തില്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ കൊയറൊക്കെ പാടുന്നതിനേക്കാളും വണ്ടർഫുൾ ആയിട്ട് അവർ പാട്ടൊക്കെ പാടി. കുറച്ച് സമയം അത് കേട്ടു. ഇടയന്മാരാകപ്പാട് സംഭ്രമിച്ചു. ഇത് എന്താ സംഭവം? അവര് അതിനുശേഷം എന്ത് ചെയ്തു അറിയാമോ? ഈ ആകാശത്ത് നിന്ന് ഇതെല്ലാം മാഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് പരസ്പരം പറഞ്ഞു, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയണം. ആ ബേത്ലഹേമിൽ ജനിച്ചു എന്നാണ് ആ മാലാഖമാര് പറഞ്ഞത്. നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണണം. അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് യാത്രയായി. ഏറ്റവും അവസാനം അന്വേഷിച്ച് രാജാവിനെയൊക്കെ അന്വേഷിച്ചാ പോയേ. പക്ഷേ ഇവിടെ ഈ സ്ഥലത്താണ് കണ്ടെത്തിയത്. അവരവിടെ വന്നു കുഞ്ഞിനെ വണങ്ങി. അവർക്ക് ഭയങ്കര സന്തോഷമായി. ലോകത്തിന്റെ രാജാവായിട്ട് പിറന്നവനാണ് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടെ അവർ കണ്ടു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര സന്തോഷം ഉണ്ടായെന്നറിയാമോ? ഇവിടെ ഇരുന്ന് കേൾക്കുന്ന കൂട്ടുകാർ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതുപോലെ നിങ്ങൾ സന്തോഷിക്കുന്നവരാകണം. ഈ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നതിന് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന, മറ്റുള്ളവരോട് ആ സന്തോഷം പങ്കുവെക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാക്കത്തില്ല. എന്നാ കാരണമെന്നറിയാമോ? നമ്മൾ ഈ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് വലിയ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും യേശു കർത്താവിനെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിന് തടസ്സമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പാപമാണ്. എന്നാൽ ഈ പാപത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചത്. യോഹന്നാൻ 1:12 എന്താ പറയുന്നതെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് ഒരു ദൈവത്തിന്റെ കുഞ്ഞായിട്ട് തീരാൻ ആഗ്രഹമുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും ഇപ്പൊ കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് ആന്റി ചോദിക്കട്ടെ, ഇങ്ങനെ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ള ഏതെങ്കിലും കൂട്ടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് യേശു കർത്താവിനെ സ്വീകരിക്കാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ യേശുവിനെ, ഈ രക്ഷകനായ യേശുവിനെ, ലോകത്തിന്റെ മുഴുവൻ സന്തോഷമായ യേശുവിനെ സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വലതു കൈ ഒന്ന് ഉയർത്താമോ? ശരി, വലതു കൈ ഉയർത്തിയ കൂട്ടുകാർക്ക് വലതു കൈ താഴ്ത്തിയിടാം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആന്റിയെ വന്ന് കാണണം. അപ്പൊ ആന്റി പറയും നിങ്ങളോട് എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നതെന്ന് ആന്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച കാര്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഇവരെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം ഉണ്ടാകാനുള്ള ഗ്രേറ്റ് ജോയിയെ കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ. അത് സ്വീകരിക്കാനും അതിൽ സന്തോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കഥയാണ് കേട്ടത്. ആ കഥയ്ക്കകത്തുനിന്ന് എത്രമാത്രം കാര്യങ്ങൾ ചേർത്തു എന്നുള്ളതൊക്കെ ഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് കാരണം സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഒത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പോയത്.
നിങ്ങൾ കഥ പറയുമ്പോൾ കുറച്ചുകൂടി ഇത്രയും സ്പീഡ് എടുക്കണ്ട, വളരെ സാവധാനത്തിൽ കഥകൾ പറഞ്ഞു പോവുക. പക്ഷെ അതിനകത്ത് പാപത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് 3 സ്ഥലത്തായിട്ട് പറയുക. ഏറ്റവും അവസാനം അത് സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനം കൊടുക്കുക. ഓൾറെഡി യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങൾ അത് ഈ സന്തോഷം ഷെയർ ചെയ്യാനായിട്ടും മറ്റുള്ളവരോട് പറയാനായിട്ടും നിങ്ങൾക്ക് സാധിക്കണം. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ബിജോ സാർ കാണിച്ചതുപോലെ തന്നെ ഈ പാഠം എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു പുസ്തകമുണ്ട്. ചെറിയൊരു പ്രശ്നം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാണ്. ഇതിന്റെ ഒരു ട്രാൻസ്ലേഷനിൽ ചെറിയൊരു തകരാറ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മൊത്തത്തിലുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു, എനിക്ക് തോന്നുന്നു ഒരു ഗൂഗിൾ വഴിയാണോ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് അറിയില്ല. അതുകൊണ്ട് ചില വാക്കുകളൊക്കെ ഗ്രഹിക്കാൻ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിന്റെ ഒക്കെ ചില ഭാഷകളൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കഥ കേട്ടതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്നു. ഈ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ കൂട്ടാനായിട്ട് സാധിക്കും. ഒരു 2 വഴി, ഞാനൊരു 2-3 വഴിയും കൂടെ, ഇത് കഴിഞ്ഞൊരു ഗെയിം ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല, കാരണം ഗെയിം നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. സാറേ അതൊന്ന് ജസ്റ്റ് ബിജോ സാറേ, ഇത് കുഞ്ഞുങ്ങൾക്ക് റിവ്യൂ ഗെയിം ആണ് കേട്ടോ. റിവ്യൂ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ ഒരു പവർ പോയിന്റ് തയ്യാറാക്കുന്നുണ്ട്. അത് പറ്റുവാണ് നിങ്ങൾക്ക് അവരെ ഒന്ന് ഞാൻ ചെയ്യിപ്പിച്ചോ, 2 ചോദ്യം ചോദിച്ചൊന്ന് ചെയ്യിപ്പിച്ചോളാം. ഓക്കെ 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 ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ചെയ്തു കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമ്മള് ഇതിലൊരു പാട്ട് പഠിച്ചു, വാക്യം പഠിപ്പിച്ചു, കഥ പഠിപ്പിച്ചു, ഒരു ഗെയിം കൂടി ഉണ്ട്. അപ്പൊ കുറച്ച് സമയം നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മളൊരു ഗെയിം നടത്താണ് പഠിച്ചതെന്ന്. അപ്പൊ അത് എങ്ങനെയാണ് ഗെയിം നമ്മുടെ ഉദ്ദേശം, നമ്മൾ സഭയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷ എന്ന് പറയും. അപ്പൊ ഞങ്ങൾ പരീക്ഷയ്ക്ക് ഭാരം കൊടുത്തിരിക്കുന്ന ഒരു പകരം വേർഡാണ് ഗെയിം. കാരണം കുഞ്ഞുങ്ങൾ അറിയാതെ നമ്മൾ പഠിപ്പിച്ചത് അവർക്ക് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റി അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. പരീക്ഷ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പേടി വരും, പക്ഷെ ഗെയിം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ആക്റ്റീവായിട്ടിരിക്കും, സന്തോഷത്തോടെ വന്നിരിക്കും. അപ്പൊ ആ ഗെയിം നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. ഇപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം കാർഡ്. എന്റെ കയ്യിൽ കുറെ ഏഞ്ചൽസിന്റെ പിക്ചർ ഉണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏഞ്ചലിനെ തെരഞ്ഞെടുക്കാം. ആ ഏഞ്ചലിനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ എന്റെ കയ്യിൽ വേറെ ഒരു 2 ഏഞ്ചലോടെ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ഏഞ്ചലും കൂടി തെരഞ്ഞെടുക്കാം. അപ്പൊ ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്ന ഓരോ ഏഞ്ചലിന്റെ പുറകിലും സ്കോർ എഴുതി വെച്ചിട്ടുണ്ട്. 1000, 2000, 5000, 6000 എന്നുള്ള പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഏഞ്ചലിനെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ ഇതിന്റെ പുറകിൽ 2x and 3x എന്നുള്ള ഉണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റിന്റെ കൂടെ 2 ഇരട്ടി കൂടും, 3 ഇരട്ടി കൂടും. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാനൊന്ന് നിങ്ങൾക്ക് ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ മ്യൂട്ട് മാറ്റിയിട്ട് എന്റെ ഉത്തരം പറയണം. ആരാണ് യേശു ജനിച്ച വാർത്ത അറിയിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്? ആൺകുട്ടികളോടാണ് ചോദ്യം. ജനിക്കാൻ പോകുന്ന വാർത്ത അറിയിച്ചത്, മ്യൂട്ട് മാറ്റിയിട്ട് പറയണം, ജനിക്കാൻ പോകുന്ന വാർത്ത അറിയിച്ചത് സജി സാറാണെന്ന് എനിക്ക് തോന്നുന്നു. സാർ മ്യൂട്ട് ആയിട്ട് പറഞ്ഞ, മ്യൂട്ട് ആയിട്ട് കേൾക്കുന്നില്ല. ജിഷ സജി എന്ന് എഴുതിയിരിക്കുന്നത് മ്യൂട്ട് ആയിരുന്നു. മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞു. 2 പറഞ്ഞു. ധൈര്യമായിട്ട് സജിമോൻ പറയും. ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞു. വെരി ഗുഡ്. അപ്പോ സജിമോൻ ഇതില് നിങ്ങൾക്ക് സജിമോൻ ഇഷ്ടപ്പെട്ട ഒരു ഏഞ്ചലിനെ തെരഞ്ഞെടുക്കാമോ? കളർ പറഞ്ഞാൽ മതി. ഇത്തിരി പൊക്കി പിടിക്കാം. വയലറ്റ്. വയലറ്റിന്റെ പോയിന്റ് 2000 പോയിന്റ് ആണ്. അതോടൊപ്പം ഇതിൽ നിന്ന് ഒരു ഏഞ്ചലിനെ കൂടി തെരഞ്ഞെടുക്കാം. ആദ്യത്തെ ഏഞ്ചല് റെഡോ പിങ്കോ? കളർ പറയണം. റെഡോ പിങ്കോ? റെഡിന്റെ പുറകില് 2 ആണ്. അപ്പോ 2000 × 2 4000 പോയിന്റ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത സജിമാർ എല്ലാവരും ചേർന്ന്. ഓക്കെ, നല്ല കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം. യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് ചിലരൊക്കെ വന്നു. ദൂതൻ ആ വാർത്ത അറിയിച്ചത് ആരെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ കഥയിലൂടെ പഠിച്ചത്. ആരാണ് ഉത്തരം പറഞ്ഞത് ഗേൾസിന്റെ ഭാഗത്തുനിന്ന്? ഇഷ്ടമുള്ള ഒരു ഏഞ്ചലിനെ തെരഞ്ഞെടുത്തോ. ബ്ലൂവിന്റെ പോയിന്റ് 1000 പോയിന്റ് ആണ്.
അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഏഞ്ചലിനെ കൂടി തിരഞ്ഞെടുക്കാം. Pink. Pink. പിങ്ക്. പിങ്ക് ഇൻറ്റു Pink 3 ആണ്. color. 1000 ഇൻറ്റു 3000 പോയിന്റ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വാശിയേറിയ മത്സരത്തിൽ ബോയ്സ് സജിമോന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ. നിങ്ങൾ പക്ഷെ ഈ ഗെയിം ചെയ്യുമ്പോ ഈ കളറ് നിങ്ങളെ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സാർ ഇപ്പൊ കാണിച്ചതുപോലെ നമ്മളിപ്പോ പെട്ടെന്നായോണ്ട് അങ്ങനെ കാണിച്ചതാണ്. ഇത് കട്ട് ചെയ്തിട്ട് 2 ബോക്സിൽ ഇടുക. കുഞ്ഞുങ്ങൾക്ക് കാണരുത് കളറ്. അവർ കൈയിട്ടെടുക്കാൻ പാകത്തിനായി. ഇപ്പൊ സൂം വഴിയാണെങ്കിൽ അത് പറ്റത്തില്ല. നമ്മൾ തന്നെ എടുത്ത് അവരോട് പറയുകയാണ് ചെയ്യേണ്ടത്. ഒരു 3 മാർഗം കൂടി ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് സാറേ ബിജോ സാറേ ഒന്ന്, അതായത് നിങ്ങൾക്ക് ഈ ടൈമില് ക്ലാസ് എടുക്കുക, നേരിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം റിസ്ക് ആണ്. ഇനി നിങ്ങളുടെ ചുറ്റുപാടും വലിയ പ്രയാസമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് കൈയൊക്കെ കഴുകിപ്പിച്ച് 4 സ്ഥലത്തായിട്ടൊക്കെ ഇരുത്തി പഠിപ്പിക്കാം. ഇത്തിരി റിസ്ക് ആണത്. പക്ഷെ അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, കാരണം പള്ളിയിലൊക്കെ നമ്മൾ വരുന്നത് പോലെ അങ്ങനെ ചെയ്യാം. അതൊരു മാർഗം. ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ സൂമ് പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവർക്ക് 40 മിനിറ്റ് കിട്ടും. ഈ 40 മിനിറ്റ് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് സൂം ഷെഡ്യൂൾ ചെയ്താൽ, അരമണിക്കൂർ ഷെഡ്യൂൾ ചെയ്താൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സൂം കിട്ടും. അല്ലെങ്കിൽ ഇത് കട്ടായി കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങളോട് പറയാം വീണ്ടും ഒന്നുകൂടെ കയറാൻ പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഷെഡ്യൂൾ ചെയ്താൽ ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് സൂമിൽ കിട്ടും. അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടൈം കിട്ടും. 1.5 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ 2 മാർഗങ്ങൾ, 3 മാർഗങ്ങളുണ്ട്. ഇനി 4ാമത്തെ മാർഗം, നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, തൽക്കാലത്തേക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ പാട്ടുപാടി ഒരു വീഡിയോ എടുക്കുക. ഇതുപോലെ ഒരു പാട്ടുപാടി, ഞങ്ങൾ ഓൾറെഡി പാട്ടും വാക്യം പഠിപ്പിക്കുന്നതും കഥ പഠിപ്പിക്കുന്നതും ഗെയിമും എല്ലാം വീഡിയോസ് ആക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അത് അയച്ചു തരാം. പക്ഷെ ഒരാഴ്ചക്ക് ശേഷമേ ഉള്ളൂ അത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു പാട്ട് പാടി വീഡിയോയിലെടുത്ത് അത് ആ വാട്സപ്പിൽ നിങ്ങൾ 1 മണിക്കൂർ നേരത്തേക്ക് ഇന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയാം. 10 പേരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെക്കുറിച്ച് ഇത് ക്രിസ്മസ് പ്രോഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം നിങ്ങൾ അതിനെ എല്ലാവരും വിഷ് ചെയ്യുക. അപ്പൊ എല്ലാവരോടും കുട്ടികളോട് പറയാ വിഷ് ചെയ്തപ്പോ, ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം അതിനകത്തുണ്ട്, വാട്സപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാം. വിഷ് ചെയ്തതിന് ശേഷം പ്രസന്റ് ആയിട്ടുള്ളവർ കൈയൊക്കെ പൊക്കി കാണിക്കുക, അല്ലെങ്കിൽ സൈൻ ഇടുക, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ഉത്സാഹം അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ പാട്ട് ഇട്ട് കൊടുക്കുക. ആ പാട്ട് കേൾക്കാൻ എടുക്കുന്ന സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോഗ്രാം ഇട്ട് കൊടുക്കുക, അടുത്ത പ്രോഗ്രാം ഇടുക. ഇതുപോലെ തന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ഗെയിമും അതിനകത്തൂടെ നടത്താൻ സാധിക്കും. അതൊരു 4ാമത്തെ മാർഗമാണ്. ഇതിലേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഈ തന്ന ട്രെയിനിങ് നിങ്ങൾക്ക്, നമ്മുടെ ഇന്ന് കൂടിയിരിക്കുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ട്രെയിനിങ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അവർക്കും ആവശ്യമായ മെറ്റീരിയൽസ് നമ്മൾ തരും. പവർ പോയിന്റ്, ഞങ്ങൾ ഈ കാണിച്ച പവർ പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് സൂം ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ ഈ പവർ പോയിന്റ് നിങ്ങൾക്ക് അയച്ചു തരാം. പവർ പോയിന്റ് അതുപോലുള്ള വീഡിയോസ് ഒക്കെ അയച്ചു തരാം. നിങ്ങളെ സഹായിക്കണം. ഇത് തികച്ചും സൗജന്യമാണ് എന്നുകൂടി ഞങ്ങളൊന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ കുട്ടി എവിടെ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ, കർത്താവ് ഇതാ ഞാൻ അവനെയും കൊണ്ട് നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ആ ഒരു ഹൃദയത്തിന്റെ നമുക്കത് സാധിക്കണം. കാരണം കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു ചെറു പേരില്ലെങ്കിലും അതിനുവേണ്ടി അനക്കാം, നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ബിജോ സാറേ. അപ്പോ ഈ മെറ്റീരിയല് ഞങ്ങള് നിങ്ങൾക്ക് അയച്ച ചില പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യില്ല, ഉറപ്പ് തരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നമ്പർ തരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാർക്കോസ് അച്ഛൻ്റെ കയ്യില് നമ്പറോ അഡ്രസ്സോ കൊടുത്താൽ ഞങ്ങള് അത് അച്ഛനോട് ചോദിച്ച് അങ്ങനെ ചെയ്യും. കാരണം ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവര്, പക്കാ മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ ആവശ്യമുള്ളവര് നിങ്ങളുടെ അഡ്രസ്സ് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ പ്രിയ മാർക്കോസ് അച്ഛന്റെ കയ്യിൽ കൊടുക്കുക. ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് മേടിച്ചിട്ട് വെറുതെ വെച്ചേക്കരുത്, കുഞ്ഞുങ്ങളെ നേടണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം മക്കളോടെങ്കിലും എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ പറയണം. നമ്മുടെ മക്കളോട് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ പള്ളിയിലുള്ള കുഞ്ഞുങ്ങളോട് പറയണം, നമ്മുടെ പരിസരത്തുള്ള കുഞ്ഞുങ്ങളോട് പറയണം, നമ്മുടെ റിലേറ്റീവ്സിന്റെ, കസിന്റെ, നെബേഴ്സിന്റെ പിള്ളേരോടൊക്കെ നമ്മൾ ഇത് പറയണം. ഏറ്റവും ഇതാണ്. അതുകൊണ്ട് വളരെ ആഗ്രഹത്തോടെയാണ്
നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇംഗ്ലീഷ് മെറ്റീരിയൽ വേണവർക്ക് ഇംഗ്ലീഷ് മെറ്റീരിയലും മലയാളം വേണവർക്ക് മലയാളം മെറ്റീരിയൽ തരും. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ വന്നതിനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എങ്ങനെ ഗെയിം ഇപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ഈ ഗെയിം ചെയ്യേണ്ടത്. ഈ സൂമിലൂടെ ആയതുകൊണ്ട് ഞാൻ എങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എങ്ങനെ ഗെയിം ചെയ്യണം, എങ്ങനെ പാട്ട് പഠിപ്പിക്കണം, എങ്ങനെ വാക്യം പഠിക്കണം, എങ്ങനെ സ്റ്റോറി പഠിപ്പിക്കണം, എങ്ങനെ വെൽക്കം ചെയ്യണം. മാത്രമല്ല ഇതിലൊരു ക്രാഫ്റ്റും കൂടി ഉണ്ട്. ഒരു ഏഞ്ചലിനെ ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റും കൂടി ഇതിന്റെ അകത്തുണ്ട്. അതിന്റെ കൂടി നോട്ട്സ് ഇതിന്റെ അകത്ത് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ എല്ലാവരും ദീർഘവർഷങ്ങളോളം ഇതിലായിരുന്നത് കൊണ്ട് അപ്പോ ഞങ്ങൾക്ക് ഇവാഞ്ചലിസ്റ്റ് സഭയായിട്ട് നല്ല ബന്ധമാണ്. ദീർഘവർഷങ്ങളായിട്ട് ഞങ്ങള് പ്രത്യേകിച്ച് വാളകം, കുന്നയ്ക്കാല്, കീഴിലം പള്ളിയിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങളുടെ നാടവടി ആയതുകൊണ്ട് പരിചയമുണ്ട്. പിന്നെ പ്രിയ മർക്കോസ് അച്ഛന് ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ പ്രസന്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ, ഒത്തിരി തിരക്കച്ഛനുണ്ട്, ഞങ്ങൾക്ക് അറിയാം. സഭയുടെയും സൺഡേ സ്കൂളിന്റെ ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ നടുവിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അപ്പോ നിങ്ങൾ മെറ്റീരിയൽ ആവശ്യമുള്ള എല്ലാവരും ഒന്നിലെ അച്ഛൻ്റെ അതിന്റെ അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ അത് ഇടുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അയച്ചു തരുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാനൊന്ന് പറയാം. എന്റെ വാട്സപ്പ് നമ്പർ അച്ഛന്റെ കയ്യിലുണ്ട്. 9447978353 അതാണ് എന്റെ വാട്സപ്പ് നമ്പർ. സാല ടീച്ചർ പത്തനംതിട്ടയിലാണ്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ലാലു സാറ് ആലപ്പുഴയിലാണ്, അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഈ മെറ്റീരിയൽ എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ധൈര്യത്തോടെ നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും. അനേക കുഞ്ഞുങ്ങളെ നേടുവാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു അനൗൺസ്മെന്റ് കൂടി ഇതിലൂടെ പറയട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വ്യാഴാഴ്ചയും 5 മണിക്ക് ഹാർവസ്റ്റ് ടിവിയിൽ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഇതുവരെയും ഞങ്ങൾ ആരും ടിവിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല. എന്നാൽ ഈ കോവിഡ് കാലത്ത് അവർക്ക് പ്രോഗ്രാം ഷോർട്ടേജ് ആയതുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഹാർവസ്റ്റ് ടിവിയിൽ എല്ലാ വ്യാഴാഴ്ച 5 മണിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഭയിലുള്ള മറ്റു കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ അതിന്റെ ഒരു മെസ്സേജ് അയക്കാൻ ഞാൻ മർക്കോസ് അച്ഛന് അയക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വെക്കുക. എല്ലാ വ്യാഴാഴ്ചയും 5 മണിക്ക് അങ്ങനെ ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ സൂമിൽ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് സൂമിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ പ്രോഗ്രാമിലേക്ക് കയറ്റാം. നമ്മുടെ ലക്ഷ്യം അത്രേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയണം, യേശുവിൽ വളരണം, യേശുവിൽ ജീവിക്കണം. നമ്മൾ മാറിക്കഴിയുമ്പോൾ ഈ സൺഡേ സ്കൂൾ എടുക്കുവാൻ, നമ്മുടെ സഭയെ നയിക്കുവാൻ അച്ഛന്മാരായിട്ടും സേവനിമാരായിട്ടും പ്രവർത്തകരായിട്ടൊക്കെ നല്ല സ്ട്രോങ് സ്റ്റുഡൻസ് കയറി വരണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. ഞങ്ങളുടെ ആരുടെ നമ്പർ വേണമെങ്കിലും മർക്കോസ് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ നിങ്ങൾക്ക് ആ നമ്പർ തരും. ഞങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവസരം തന്ന അച്ഛനോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അച്ഛ ബാക്കി കൺക്ലൂഡ് ചെയ്ത് അച്ഛൻ എന്തെങ്കിലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് നല്ലൊരു അവസരം ഇങ്ങനെ ദൈവം ലഭ്യമാക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ നേടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ജീവിതത്തെയാണ് നേടുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നേടുവാൻ തക്കണം ഇടയായി തീരട്ടെ. ഷാലു ടീച്ചർ ചോദിച്ചായിട്ടുള്ള ചോദ്യം എല്ലാവരും ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ കുഞ്ഞ് എവിടെയെന്ന്, നമ്മുടെ ചുറ്റുപാട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ എവിടെ എന്ന് ദൈവം നമ്മോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുവാൻ സഹായമായി തീരുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഇറങ്ങി പ്രവർത്തിപ്പാൻ തക്കണം ദൈവം കൃപ നൽകട്ടെ. ലഭ്യമായിരിക്കുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പാൻ ഇടയായി തീരട്ടെ. ഇതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നുള്ളതായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനോടുള്ളതായിട്ടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുത്ത് സഹായിച്ചായിട്ടുള്ള ബിജോ സഹോദരനോടും ലാലു സഹോദരനോടും ഷാലു ടീച്ചറിനോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഈ സമയത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള ജോഷ്വ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. സാറ് സമാപന പ്രാർത്ഥിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ ബിജോ ബ്രദറെ? അച്ഛാ ഒന്ന് വീഡിയോയിൽ വരികയാണ്. നിങ്ങളുടെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും വീഡിയോയിൽ വരാവുന്ന എല്ലാവരും ഒന്ന് വന്നാൽ നമുക്കൊരു ഫോട്ടോ നമ്മൾ സാധിക്കുന്നവരെല്ലാവരും വീഡിയോയിൽ ഒന്ന് വന്നായിരുന്നു.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അച്ഛാ ബാക്കി കണ്ടിന്യൂ. ജോഷു സാർ സമാപനം പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് സന്തോഷത്തോടെ പിരിയാം. പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശു കൂടി ഞങ്ങളെത്തിലുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തന്നെ അത്ഭുതം വായിപ്പാനായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഈ CEF-ന്റെ ഈ നല്ല പ്രോഗ്രാമിൽ പങ്കെടുപ്പാൻ കർത്താവേ, സൺഡേ സ്കൂൾ അധ്യാപകരായ ഞങ്ങളെ ഇത്രയും പേരെ സഹായിച്ചതുകൊണ്ട് അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങള് ഇന്ന് ഞങ്ങൾ ശ്രമിച്ചതിലൂടെ ദൈവമേ കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏത് വിധത്തില് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട ആ ചോദ്യത്തിലൂടെ ആ കുഞ്ഞ് എവിടെ എന്നുള്ള ആ ചോദ്യം കർത്താവേ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് സ്പർശിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആ ഉത്തരവാദിത്വം കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ദൈവമേ തന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഇന്ന് ലഭിച്ച ഈ ട്രെയിനിങ് കർത്താവേ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സമയത്ത് അത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവെ അത് അനേക കുഞ്ഞുങ്ങളുടെ ഹൃദയത്തില് അത് ദൈവമേ കർത്താവെ പ്രയോജനപ്പെടുവാൻ തക്കണം, അനേകം കുഞ്ഞുങ്ങളെ നേടുവാൻ തക്കണം. കർത്താവെ, ദൈവമേ ഇത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവെ, ദൈവമേ, ഇത് ഇവിടെ നിന്റെ മക്കൾ ഇവിടെ പറഞ്ഞതുപോലെ അതേ വിധത്തിൽ അത് കർത്താവെ, ദൈവമേ, അത് പ്രായോഗികമാക്കുവാൻ അറിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ്സുകൾ എടുത്ത കർത്താവിന്റെ മക്കളെ 3 പേരെയും അങ്ങനെ കാര്യങ്ങളെ കർത്താവിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ മക്കളെ കർത്താവ് സഹായിക്കുന്നു, അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ദൈവമേ അനുഗ്രഹമാക്കണം പ്രാർത്ഥിക്കുന്നു. അവരെ അധികമായി കർത്താവ് കൈയെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. മർക്കോസത്തിനായി സ്തോത്രം. ദൈവമേ, ഇത് ഓർഗനൈസ് ചെയ്യാനൊക്കെയും അതിനെ സഹായിച്ചതും അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സൺഡേ സ്കൂൾ ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പങ്കെടുത്ത അടിയങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ പരിജ്ഞാനം കർത്താവെ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സഹായവും കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനത്തിൽ എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരുന്നു അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കണം സഹായിക്കുകയും അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അപ്പോ ഒരിക്കൽ കൂടി മർക്കോസ് അച്ഛനും പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം നിർബന്ധത്തോടെ സ്നേഹത്തോടെ പറയട്ടെ, ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തണം എന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ എത്തുവാൻ കർത്താവ് ഞങ്ങളെയും നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഇതിന്റെ ട്രെയിനിങ്ങോ ഇതിന്റെ മെറ്റീരിയലോ വേണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ ഇത് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെയും ഓർത്ത് ഞങ്ങളുടെ ടീമിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ബിജോ ബ്രദറും ലാലു ബ്രദറും ഷാലു സഹോദരും വന്നായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ.